നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട്ടാണ്. പാലക്കാടിന്റെ ചൂട്, ഇലക്ഷന്റെ ചൂട്, രഥോത്സവം എല്ലാം കൂടെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുവാണ് നമ്മുടെ പാലക്കാട്. ഇനി ഇലക്ഷനിലേക്ക് വന്നാലോ, UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും LDF സ്ഥാനാർത്ഥി സരിനാണെങ്കിലും BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആണെങ്കിലും 3 പേരും കട്ടയ്ക്കാണ്. അതിശക്തമായ ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. എനിക്കൊരാഗ്രഹം, നമുക്ക് ഈ പാലക്കാടൊന്ന് ചുറ്റി വന്നാലോ, നമുക്ക് സ്ഥാനാർത്ഥിയെയും അവരുടെ കൂടെയുള്ളവരെയൊക്കെ ഒന്ന് കാണാം. അവർ അണിയറയിലെ ഒരുക്കങ്ങൾ എന്തായെന്നൊന്ന് അറിയാമല്ലോ. നമ്മുടെ ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. നമ്മളിപ്പോ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എത്ര ശതമാനം ഉണ്ട് ആവേശം? എത്രത്തോളം ഉണ്ട് ആവേശം? ആവേശം നന്നായി തന്നെയുണ്ട്. അത് ആവേശം എന്ന് പറയുന്നത് മതേതര മൂല്യങ്ങൾ, മതേതരത്വം, അതിന്റെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. വർഗീയതയ്ക്കെതിരായിട്ടൊരു വലിയ പോരാട്ടം നടത്തുമ്പോൾ ഉണ്ടാകുന്ന എല്ലാത്തരം ആവേശവും ഇവിടെ ഉണ്ട്. താങ്കൾ ഒരു യുവാവാണ്. അപ്പം താങ്കൾ വിജയിച്ചു വരികയാണെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി എന്താണ് താങ്കൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ചെറുപ്പക്കാർക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ചെറുപ്പക്കാരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് അവരുടെ ലൈഫ് സെക്യൂരിറ്റിയാണ്. അതിന് വേണ്ടുന്നത് തൊഴിലവസരങ്ങളാണ്. ഈ തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ ആവശ്യം ഇപ്പോൾ ഒന്ന് ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ഇവിടേക്ക് വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷവും പരോക്ഷമായ തൊഴിലവസരങ്ങളുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കമ്പനികളെ ഇവിടെ എത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള ശ്രമം. ഇവിടെ താങ്കളുടെ പ്രധാന വെല്ലുവിളി എന്താണ്? ഇവിടുത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അങ്ങനെ വെല്ലുവിളിയായിട്ടില്ല. പാലക്കാട് നേരിടുന്ന വെല്ലുവിളി വർഗീയതയുടേതാണ്. അതിനെ ചെറുക്കാൻ ഞാൻ വ്യക്തിപരമായിട്ടല്ലോ, അത് മതേതര മൂല്യം ഒന്നിച്ചു നിന്നിട്ടാണ് ആ വെല്ലുവിളി അതിജീവിക്കുന്നത്. താങ്കൾ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ താങ്കൾ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. അപ്പൊ ആ അച്ഛന്റെ ഓർമ്മകൾ, അച്ഛന്റെ ആദർശമൊക്കെ കണ്ട് കോൺഗ്രസിലേക്ക് വന്ന ആളാണ് താങ്കൾ. ഇപ്പൊ ആ അച്ഛന്റെ ഓർമ്മകളൊക്കെ താങ്കൾ എത്രത്തോളം പ്രചോദനം നൽകുന്നുണ്ട്? അല്ല, എനിക്കതൊരു ഒരു പേരന്റൽ അഫക്ഷനാണ് കോൺഗ്രസിനോടുള്ളത്. കാരണം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഒക്കത്തിരുന്നിട്ടാണ് ഞാൻ കോൺഗ്രസിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വൈകാരിക കണക്റ്റ് ഉണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ വായിച്ചും വളർന്നുമൊക്കെ പ്രത്യയശാസ്ത്രപരമായ ഒരു ക്ലാരിറ്റി, ഇതിനാണ് കൂടെ ചേർന്നിട്ടാണ് ഒരു പെർഫെക്റ്റ് കോംബോ ആകുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് ശ്രീ ഷാഫി പറമ്പിൽ കൊണ്ടുവന്നതാണ്. അപ്പം എതിർകക്ഷികൾ പറയുന്ന അതിന് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പോൾ താങ്കൾ വന്നു കഴിയുമ്പോൾ അതിനൊരു പൂർണ്ണത ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവൂ. എത്ര ആരോപണം ഉണ്ടായാലും അവിടെ അനുദിനം ചികിത്സയ്ക്കെത്തുന്ന മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരാണ് ആ ആരോപണങ്ങൾക്ക് മറുപടി. അതിനെ പരമാവധി തകർക്കണം. അതിനെ മാത്രമല്ല, ഇപ്പം പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ്, ഇപ്പം ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് എല്ലാ ജില്ലയ്ക്കും ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിട്ട് എത്ര മെഡിക്കൽ കോളേജുകൾ അവർ പൂട്ടിയത്? അതൊന്നും തുടങ്ങുന്നില്ല. ഇവരുടെ കാലത്ത് തുടങ്ങിയ ഒരു മെഡിക്കൽ കോളേജെങ്കിലും ഉണ്ടോ? അപ്പോൾ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും UDF ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള മെഡിക്കൽ കോളേജുകളാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും 2011 തൊട്ട് 2016 വരെയായിരുന്നു അതിൻ്റെ ഒരു ഗ്ലോറിയസ് പീരീഡ്. അതിനുശേഷം MLAയുടെ കഠിനാധ്വാനത്തിലൂടെ വളരാവുന്നിടത്തോളം വളർന്നു. ഇനിയും വീണ്ടും 2026 തൊട്ട് 31 വരെ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിന് അനന്തമായ സാധ്യതയുള്ള മെഡിക്കൽ കോളേജാണ്. അതിൻ്റെ ആക്സസിബിലിറ്റി തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ കോളേജുകൾ ഒന്നായിട്ട് അതിനെ കൺവേർട്ട്. അപ്പോൾ എല്ലാ LDFന്റെ സ്ഥാനാർത്ഥി P. സരിനെ കാണാം. അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഒരു രാഷ്ട്രീയക്കാരനും അതുപോലെ തന്നെ സിവിൽ സർവീസ് ഓഫീസറും. ഇവ രണ്ടിൽ നിന്നും സാർ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ കാരണം? അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പല്ലായിരുന്നു അത്. ഞാൻ ആദ്യം എത്തിച്ചേർന്ന വഴിയിലൂടെ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ബ്യൂറോക്രസിക്ക് ഇടപെടാൻ പറ്റുക എന്നുള്ള ബോധ്യങ്ങൾ വരുത്തിയ ശേഷം അതിന്റെ മറ്റൊരു തൂണായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് നടത്തുന്ന പൊതുപ്രവർത്തനവും അതിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന കാര്യങ്ങളും ചെയ്തെടുക്കാനുള്ള അവസരങ്ങളുടെ ഭാഗമായുള്ള കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ ശരികൾ മനസ്സിലാക്കി അതിന്റെ ബോധ്യങ്ങളിൽ രാഷ്ട്രനിർമ്മാണം എങ്ങനെയാണ് നാഷൻ ബിൽഡിംഗ് നടക്കുക എന്ന് അറിഞ്ഞുകൊണ്ടാണ് പൊതുപ്രവർത്തകനായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സ്വാഭാവിക എവല്യൂഷനാണ്. അതൊരു ഒന്നിൽ നിന്ന് മാറി മറ്റൊന്ന് വരുന്നതല്ല, പകരം സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമം എന്ന് നമ്മൾ പറയില്ലേ, അതാണത്. സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ സാർ ജയിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പാലക്കാടിന് സാർ നൽകാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങൾ പറയാമോ? അത് ചിഹ്നം സ്റ്റെതസ്കോപ്പ് ആയതുകൊണ്ട് മേഖല ആരോഗ്യം മാത്രമായിരിക്കും. ഇത് നമ്മളെ ലിമിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. എല്ലാ മേഖലയിലും നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുണ്ടാവും. 2 കാര്യങ്ങൾ. ഒന്ന്, ഹെഡ്ക്വാർട്ടേഴ്സാണ് പാലക്കാട് ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആശുപത്രി ജില്ലാ ആശുപത്രിയാണ്. അത് ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയിലാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അർബൻ പോക്കറ്റുകളാണ് മുനിസിപ്പാലിറ്റിയിലുള്ളത്. അപ്പോൾ അർബൻ ഹെൽത്ത് സെന്ററുകളുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് അവരുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ഓപ്പൺ ജിം പറഞ്ഞ കൺസെപ്റ്റ് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഒരു ജിം തുറന്നു കൊടുത്തു ജനങ്ങൾ പിന്നെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല.
ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ലൊക്കാലിറ്റിയുടെ ഓണർഷിപ്പിൽ അത് വന്നാൽ അവരത് പൊന്നുപോലെ നോക്കും. ഉദാഹരണത്തിന് ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണ് അതിന്റെ മെയിന്റനൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നന്നായി നോക്കിക്കോളും. അങ്ങനെ പാലക്കാട് ഒരു 100ഓളം സ്ഥലങ്ങളിൽ നമുക്ക് കൊച്ചു കൊച്ചു ഓപ്പൺ സ്പേസുകളെ ഫിറ്റ്നസ് സെന്ററുകളാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് സജിനെടുത്ത നിലപാടിനെതിരെ വന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട്. അതിനെങ്ങനെയാണ് സജിൻ നേരിട്ടത്? ജനങ്ങളാണ് അതിന്റെ ഉത്തരം പറയേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ പലതും ഉപേക്ഷിച്ച് വന്നു എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ ഒരു തെളിവായിട്ടുണ്ട്. സിവിൽ സർവീസ് രാജിവെച്ച് ഞാൻ വന്നത് ഏതെങ്കിലും അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ കയറാനല്ല. ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റിക്കിംഗ് ചെയ്താണ് കോൺഗ്രസിലും ഒരു മേൽവിലാസം ഉണ്ടാക്കിയത്. 2016 ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗ്യമായി CPM ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഞാൻ എടുക്കുന്ന തീരുമാനം പോലും ഇടതിനോട് ചേർന്ന് നിൽക്കുക എന്ന് അന്നേ എടുത്തേനെ. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അപജയം കൃത്യമായി ബോധ്യപ്പെട്ട് അത് നാടിനുണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വിളിച്ചു പറയുക എന്നുള്ള ധർമ്മമാണ് ഞാൻ ചെയ്തത്. ഇവിടെ ജനാധിപത്യം ജയിക്കണം, മതേതരത്വം തോൽക്കരുത് എന്നുള്ളതുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിലെ പെടലപ്പണക്കങ്ങളും ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളിലെ അസ്വീകാര്യതയും BJPക്ക് ജയിക്കാനുള്ള പഴുതുണ്ടാക്കിയാൽ നോക്കി നിൽക്കുന്ന പൊതുപ്രവർത്തകനല്ല ഞാൻ. അതിനാണ് ഇടതുപക്ഷം ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതും പിന്നീട് അത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നതും. ജനം വിധി എഴുതട്ടെ. എന്നോടൊപ്പം പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ചേരുന്നു. 2021 3000-നടുത്ത് വോട്ടിനാണ് ഈ മണ്ഡലം NDAക്ക് നഷ്ടമായത്. ഇത്തവണ 2 സ്ഥാനാർത്ഥികളെയും അപേക്ഷിച്ച് C. കൃഷ്ണകുമാർ ഈ മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളാണ്. മാത്രമല്ല പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു. അത് എത്രത്തോളം വോട്ട് NDAക്ക് നേടിത്തരും? ഇതില് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് മോദി സർക്കാർ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഈ രാജ്യത്തെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ കാണുന്നുണ്ട്. നേരത്തെ ഭരിച്ച സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകളോ സംസ്ഥാന സർക്കാരുകളോ പാലക്കാടിന് തരാത്ത അത്രയും നേട്ടങ്ങൾ നരേന്ദ്രമോദി സർക്കാർ നൽകുന്നുണ്ട്. ഇതിൽ BJP ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാട് നഗരസഭ. പാലക്കാട് നഗരസഭയിൽ 30 വർഷക്കാലത്തോളം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഉണ്ടായിരുന്നതാണ്. അന്ന് കോൺഗ്രസിന് കേന്ദ്ര ഭരണമുണ്ട്, സംസ്ഥാന ഭരണമുണ്ട്. പക്ഷെ പാലക്കാട് നഗരത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് യാതൊരുവിധ പദ്ധതികളും ആ കാലത്ത് ലഭിച്ചിട്ടില്ല. BJP ഗവൺമെന്റ്, NDA ഗവൺമെന്റ് കേന്ദ്രത്തിൽ 2014 വന്നു. 15 പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഭരണം വരുന്നു. 221 കോടി രൂപയുടെ അമൃത് പദ്ധതി 1.0 പാലക്കാടിന് ലഭിച്ചു. ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, പാലക്കാട് നഗരത്തിൽ കുടിവെള്ള പ്രശ്നമില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 2200-ലധികം ആളുകൾക്ക് ഞങ്ങൾക്ക് 5 കൊല്ലം കൊണ്ട് വീട് നൽകാൻ കഴിഞ്ഞു. ഇപ്പോൾ അമൃത് 2.0 വന്നു. അതിൽ 78 കോടി രൂപയാണ് മോദി സർക്കാർ പാലക്കാട് നഗരസഭയ്ക്കായിട്ട് നൽകിയിട്ട്. പാലക്കാട് നഗരത്തിലെ ജലാശയങ്ങൾ നവീകരിക്കുന്നു, പാലക്കാട് നഗരത്തിലെ അഴുക്കുചാലുകൾ നവീകരിക്കപ്പെടുന്നു. അങ്ങനെ പാലക്കാട് നഗരത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നഗരത്തിൽ നടക്കുന്നു. അതേസമയത്ത് 2 മുന്നണികളും ഭരിക്കുന്ന മാത്തൂര്, പ്രായിരി, കണ്ണാടി പഞ്ചായത്തുകൾ, ഈ 3 പഞ്ചായത്തുകളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെയായിട്ടും 13 വർഷമായിട്ട് ഇവിടുത്തെ MLA ആയിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടില്ല. BJP ഭരണം നടക്കുന്ന നഗരസഭയിൽ എല്ലാം അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നു, കേന്ദ്ര സഹായങ്ങൾ ലഭിക്കുന്നു, പാലക്കാടിന് നിരവധി കേന്ദ്ര പദ്ധതികൾ ലഭിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഇവിടെ ഒരു മാറ്റം വരണമെങ്കിൽ, വികസനം വരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഒരു ജനപ്രതിനിധി ഇവിടുന്ന് ജയിക്കണം, അല്ലെങ്കിൽ NDAയുടെ ഒരു ഭരണം വരണം എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ പാലക്കാട് നഗരത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പാലക്കാട് ജില്ലയിൽ ജനനവും എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ പൊതുപ്രവർത്തനവും എല്ലാം കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് പാലക്കാടാണ്. അപ്പോൾ അത് പാലക്കാടിനെ സംബന്ധിച്ചോളം ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. പാലക്കാടിലെ വോട്ടർമാരെ അവർക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർ എൻ്റെ അമ്മമാരാണ്, എൻ്റെ സഹോദരിമാരാണ്, എൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ അനിയന്മാരാണ്. അത്തരത്തിലുള്ള ഒരു ബന്ധമാണ്. നെൽകർഷകർക്ക് പിന്തുണയായിട്ട് കഴിഞ്ഞ ദിവസം ട്രാക്ടർ റാലി നടത്തിയിരുന്നു. വിജയിച്ചു കഴിഞ്ഞാൽ ആ നെൽകർഷകർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് വിവാദങ്ങളോട് താല്പര്യമില്ല. ഞങ്ങൾ വികസനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 2 മുന്നണികളും ഇവിടെ വിവാദങ്ങളാണ് ചർച്ച ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ തെളിക്കുന്ന പാതയിലൂടെ 2 മുന്നണികളും വരാൻ ആരംഭിച്ചു. ഇത്രയും കാലം ഇവിടെ വികസനം കൊണ്ടുവരാത്ത 2 മുന്നണികളെയും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും വികസനം എന്നുള്ള വാക്ക് അവർ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ട്രാക്ടർ റാലി പാലക്കാട്ടത്തെ നെൽകർഷകർക്ക് വേണ്ടി കഴിഞ്ഞ കുറേ കാലമായിട്ട്, നിരവധി വർഷങ്ങളായിട്ട് ഞങ്ങൾ സമരരംഗത്തുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ നെല്ലിന്റെ സംഭരണ വില കേന്ദ്ര വീതം വർദ്ധിപ്പിക്കുന്നു. പിണറായി സർക്കാർ എല്ലാ വർഷവും
അവരുടെ സംസ്ഥാന വിഹിതം, സംഭരണത്തിലെ സംസ്ഥാന വിഹിതം കുറയ്ക്കുന്നു. ഇത്തവണ 10 മുതൽ 100 ദിവസം വരെ ആയ കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളുണ്ട്. വീടുകളിൽ, കർഷകരുടെ വീടുകളിൽ നെല്ല് കൂടിക്കിടക്കുക. ഞങ്ങൾ ട്രാക്ടർ റാലി പ്രഖ്യാപിച്ചു. ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചു. കോൺഗ്രസിന് ഞങ്ങളുടെ പാത പിന്തുടരേണ്ടി വന്നു. അവരും ട്രാക്ടറുമായിട്ട് രംഗത്തിറങ്ങി. ഇന്നലെ മുതൽ സർക്കാർ നെല്ല് സംഭരിക്കാൻ ആരംഭിച്ചു. സപ്ലൈകോന്റെ ഉദ്യോഗസ്ഥന്മാർ ഇത്രയും കാലം കർഷകർ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത, അല്ലെങ്കിൽ കർഷക വീടുകളിൽ തിരിഞ്ഞു നോക്കാത്ത സപ്ലൈകോന്റെ ഉദ്യോഗസ്ഥന്മാർ കർഷക വീടുകളിലെത്തി നെല്ല് സംഭരണം ആരംഭിച്ചു. ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയം അതാ. പാലക്കാട്ടത്തെ നെൽകർഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഇതൊരു വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇനി അവരുടെ സംഭരണ വിലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ചയാക്കും. കർഷകന് 35 രൂപ കിട്ടണം 1 കിലോ നെല്ലിന്. അത് ഞങ്ങൾ നേടിക്കൊടുക്കും. അടിസ്ഥാന ജനവിഭാഗങ്ങളോടൊപ്പം, കർഷകരോടൊപ്പവും തൊഴിലാളികളോടൊപ്പവും, കർഷക തൊഴിലാളികളോടൊപ്പം, തെരുവോര കച്ചവടക്കാർക്കൊപ്പം ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും NDA-യാണ്. EP ആയിട്ട് പുതിയൊരു വിവാദം ഇന്നലെ വന്നിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? EP പറഞ്ഞത് ശരിയല്ലേ? ഇന്നലെ രാത്രി 12 മണിവരെ CPM-ന്റെ നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും CPM-ന്റെ നയങ്ങളെയും നഖശികാന്തം എതിർത്ത ആൾ നേരം പുലരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് ആവുന്നത് എങ്ങനെയാ? മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നത് എങ്ങനെയാ? CPM-ന്റെ നയങ്ങളെ അനുകൂലിക്കുന്നത് എങ്ങനെയാ? ഇതെല്ലാം ചിലപ്പോൾ CPM-ന്റെ ചില നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വലിയൊരു വിഭാഗം നേതാക്കൾക്കും സാധാരണ പ്രവർത്തകർക്കും സരിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം അവര് സരിന്റെ പാർട്ടിക്കെതിരായിട്ടുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങളെ പ്രതിരോധിച്ച ആളുകളാണ്. അവർക്ക് സരിൻ ഇതുവരെ ചെയ്തതിനെ എതിർത്ത ആളുകൾക്ക് പെട്ടെന്നൊരു ദിവസം അവരുടെ സ്ഥാനാർത്ഥിയെ വരുന്ന സമയത്ത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ വാസ്തവമാണ്, യാഥാർത്ഥ്യമാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ ഒരിക്കലും സരിനെ പോലുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, CPM-ന്റെ അധപതനത്തിന്റെ ഭാഗമാണിത്. അതുപോലെ തന്നെ എല്ലാ കാലത്തും BJP പറയാറുണ്ട് LDF UDF ഡീൽ ഉണ്ടാകാറുണ്ടെന്ന്. ഈ തവണ അത് ഉണ്ടാവുമോ? അത് ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കും? അല്ല, ഡീൽ ഉണ്ടായ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് CPM നേതാക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ. സരിൻ കോൺഗ്രസിന്റെ അകത്തുണ്ടായിരുന്ന ആളാ. സരിൻ ഇടതുപക്ഷത്തിലേക്ക് വന്നതും പറഞ്ഞു. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ വിജയിച്ചത് CPM-ന്റെ വോട്ടുകൾ ലഭിച്ചിട്ടാണ്. അത് CPM-ന്റെ ഉന്നത നേതാവ്, മുൻ മന്ത്രി AK ബാലനെ സമ്മതിക്കുക, കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ. അദ്ദേഹം പറയുന്നത് ശരിയാണ്, ഷാഫി പറമ്പിൽ ജയിച്ചത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞു AK ബാലനടക്കമുള്ള CPM-ന്റെ നേതാക്കൾ കോൺഗ്രസുകാരെക്കാട്ടും വലിയ ആഹ്ലാദത്തില്ല. കാരണം ഷാഫി പറമ്പിൽ വിജയിച്ചത് അവരാണ് ജയിപ്പിച്ചത്. ഷംസീർ നിയമസഭയിൽ പറയാം, ഷാഫി അവിടെ ഇരിക്കുക, ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞില്ല. കാരണം ഷാഫിക്കറിയാം ഷാഫി അവിടെ ഇരിക്കുന്നത് ആരുടെ ഔദാര്യം കൊണ്ടാണെന്ന് ഷാഫിക്കറിയാം. അതുകൊണ്ട് ഷാഫി മറുപടി പറഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും അണികൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തവണ ഒത്തുകച്ചവടത്തിനും വോട്ട് കൈമാറ്റത്തിനും നിന്നാൽ അവരിത്തവണ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് താമരയിലാണ്. അവർക്ക് പാർട്ടിയുടെ നയങ്ങളോട് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. പാലക്കാട് നിന്ന് അവർ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച ഷാഫി പറമ്പിൽ വടകരയിൽ പോയി CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ പോയി പാർട്ടിയുടെ അടിത്തറ ഇളക്കിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ CPM നേതൃത്വം കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞാൽ ആ വോട്ടുകൾ ഒന്നടക്കം NDA-യിലേക്ക് വരും. ഓക്കെ, വിജയാശംസകൾ. താങ്ക് യു. ഗൗതം, ഉപതെരഞ്ഞെടുപ്പിന്റെ ക്ഷീണത്തിലാണോ ഈ ഗൗതം ജ്യൂസൊക്കെ കുടിച്ചിരിക്കുന്നത്? നമ്മൾ രാവിലെ തൊട്ട് ഈ രാത്രി വരെ നമ്മൾ പാലക്കാടായിരുന്നു നമ്മുടെ 3 സ്ഥാനാർത്ഥികളുടെ ഒപ്പം. എന്ത് തോന്നുന്നു ഗൗതം ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി? കുടിച്ചിട്ട് പറഞ്ഞാൽ മതി, അതോ പറഞ്ഞിട്ട് കുടിച്ചാൽ മതി? പറഞ്ഞിട്ട് കുടിച്ചാൽ മതി. പറഞ്ഞു കുടിച്ചാൽ മതി. നമ്മൾ ആദ്യം സരിൻ്റെ അടുക്കലായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുക്കൽ, ശ്രീ കൃഷ്ണകുമാറിനെ കണ്ടു. അപ്പോൾ ഇവരെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. വളരെ എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഒരു വലിയ ത്രികോണ മത്സരം തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ആരാണ് വിജയിക്കുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. നല്ലൊരു മത്സരം 3 പേരും കാഴ്ചവെക്കുവാനാണ് എൻ്റെ ഒരു അഭിപ്രായം. ജ്യോതിഷ്, എന്ത് തോന്നുന്നു നമ്മുടെ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി? ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് പാലക്കാടിനായിരുന്നു ഏറ്റവും വലിയ ചൂട്. പക്ഷെ ഇപ്പം ഇലക്ഷന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴത്തേന് പാലക്കാട്ടെ ഇലക്ഷനാണ് ഏറ്റവും വലിയ ചൂട്. അതുകൊണ്ട് നമുക്കിപ്പോൾ 3 പേരും തുടക്കത്തിൽ പോലെയല്ല, ഇപ്പോൾ അവസാനം എത്തിയപ്പോഴത്തേന് 3 പേരും കട്ടയ്ക്കാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പാലക്കാട് നിന്നും ക്യാമറാമാൻ അശ്വിനൊപ്പം റിപ്പോർട്ടർ ആഷിയ റോസ്, ഗൗതമസ്, ജ്യോതിഷ് ജനാർദ്ദനൻ, മാതൃഭൂമി മീഡിയ സ്കൂൾ.
അവസാനം ആര് വീഴും വാഴും എന്നൊക്കെ കണ്ട് തന്നെ അറിയണം. അപ്പൊ എങ്ങനാ നമുക്ക് ഗോതയെ കാണാം.